ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു സ്കാർഫാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബൾക്കി ചെനൽ കേക്കാണ്. ഇത് 100% പോളിസ്റ്ററാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് കളേഴ്സാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് മാജിക് നീഡിൽസ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. എല്ലാ തരത്തിലുള്ള യാൻസും ആ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു യാണിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏത് ഹുക്ക് സൈസ് യൂസ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഒരു സ്ലിപ്പ് നോട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ 4 ചെയിൻ ചെയ്യുക. ചെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. ആ 4th ചെയിൻ എന്നിട്ട് അടുത്ത ചെയിൻ 4 ചെയ്യുക. എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് മാർക്കർ വെച്ച് മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ ഒരു 6 തവണ ചെയ്യുക. അതായത് നമുക്ക് 6 സ്റ്റിച്ച് മാർക്കേഴ്സ് കിട്ടുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇതുപോലെ 6 സ്റ്റിച്ച് മാർക്കേഴ്സ് വന്നിട്ടുണ്ട്. 6ാമത്തെ സ്റ്റിച്ച് മാർക്കർ കഴിഞ്ഞിട്ട് നമ്മൾ 2 ചെയിനും കൂടി ചെയ്യുക. എന്നിട്ട് ആ സ്റ്റിച്ച് മാർക്കറിൻ്റെ തൊട്ട് അടുത്തുള്ള സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇതുപോലെ എന്നിട്ട് വീണ്ടും 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ 4 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ആ സെയിം ചെയിൻ സ്പേസിലോട്ട് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ചെയിൻ സ്പേസിലോട്ട് നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. അതുപോലെ തന്നെ സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞിട്ട് 2 ചെയിൻ ചെയ്യുന്നു. 1 2. എന്നിട്ട് ആ ഒരു സിംഗിൾ ക്രോഷയുടെ സ്റ്റിച്ചിലോട്ട് 4 ഡബിൾ ക്രോഷേ ചെയ്യുന്നു. നമ്മൾ ആകെ ഒരു 4 സ്റ്റിച്ചുകൾ മാത്രമാണ് ഈ ഒരു പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്നത്. അതായത് ചെയിൻ, സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, പിന്നെ ലാസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. ഇപ്പോൾ ഒരു 4 ഈ ബേസിക് സ്റ്റിച്ചസ് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റിച്ച് മാർക്കർ വരുന്നതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള സ്റ്റിച്ചിലോട്ട് അല്ലെങ്കിൽ ആ സ്പേസിലോട്ട് നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. എന്നിട്ട് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു സ്പേസിലോട്ട് തന്നെ 4 ഡബിൾ ക്രോഷേ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക.
അപ്പോൾ നമ്മൾ ആ ഒരു ലെയർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബാലൻസ് 2 സ്റ്റിച്ചും കൂടി ഉണ്ട്. നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ ചെയ്യേണ്ടത് ഒരു ഡബിൾ ക്രോഷേ, എന്നിട്ട് 3 ചെയിൻ, 1 2 3, എന്നിട്ട് നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്യുക. ഇതുപോലെ ഫ്ലിപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ വരും. എന്നിട്ട് നമ്മുടെ ആ ഒരു ചെയിൻ തുടങ്ങിയ ആ സിംഗിൾ ക്രോഷേ തുടങ്ങിയ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിലോട്ട് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ചുകൾ ചെയ്യുക. എന്നിട്ട് നമ്മുടെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ 4 DC ഉണ്ടല്ലോ, 4 DCയിലെ ലാസ്റ്റ് DC സ്പേസ് ഇങ്ങനെ നോക്കുമ്പോൾ അതാണ് ലാസ്റ്റത്തെ DC സ്പേസ്. ആ സ്പേസിലോട്ട് നമ്മൾ ആദ്യം ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. ഇത് നമ്മുടെ സെക്കൻഡ് റോ ആണിത്. സിംഗിൾ ക്രോഷേ ചെയ്യുന്നു, 2 ചെയിൻ ചെയ്യുന്നു. ആ ഒരു ചെയിൻ സിംഗിൾ ക്രോഷേ ചെയ്ത സ്പേസിലോട്ട് 4 DC ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സെയിം പാറ്റേൺ ആണ് നമ്മൾ ത്രൂ ഔട്ട് ഈ പ്രൊജക്റ്റിൽ ഫോളോ ചെയ്യുന്നത്. സ്റ്റിച്ച് മാർക്കേഴ്സൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. അപ്പം നമുക്ക് തെറ്റത്തില്ല, നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഈ ഒരു സെയിം പാറ്റേൺ ഫോളോ ചെയ്യുക. അടുത്ത സ്റ്റിച്ച് വരുമ്പോൾ അടുത്ത DC 4 DC ഉണ്ടല്ലോ, അതിൻ്റെ ലാസ്റ്റ് DCയുടെ ആ സ്പേസിലോട്ട് സെയിം പ്രോസസ്സ്, സെയിം സ്റ്റിച്ചസ്, അതായത് സിംഗിൾ ക്രോഷേ, 2 ചെയിൻ, 4 DC. എന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 3, എന്നിട്ട് ഫ്ലിപ്പ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് റോ ചെയ്തതുപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയിൻ 3 ചെയ്തല്ലോ, അത് കഴിഞ്ഞിട്ട് ആ സെയിം സ്പേസിലോട്ട് 2 DC ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് എന്തോരം റോസ് വേണോ അത്രയും റോസായിട്ട് ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ഇതിപ്പോൾ സെക്കൻഡ് റോയിൽ നമ്മൾ ആ ഒരു ലാസ്റ്റ് സ്റ്റിച്ചിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സിംഗിൾ ക്രോഷേ, 3 ചെയിൻ, എന്നിട്ട് ഈ ഒരു ഇത് ഫ്ലിപ്പ് ചെയ്യുക. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഓരോ ലെയറിലും 5 ഇതുപോലത്തെ ഒരു ഡബിൾ ക്രോഷേയുടെ, അതായത് 1 2
3 4 5. എല്ലാ ലെയറിലും ഈ ഒരു 5 നമ്പേഴ്സ് നിൽക്കണം. അത് ഇപ്പം 4 അങ്ങനെ മാറിപ്പോയാൽ നമ്മുടെ കൗണ്ട്, അതായത് നമ്മുടെ സ്റ്റിച്ചസ് തെറ്റിയെന്നാണ് അർത്ഥം. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു കളർ ചേഞ്ച് ചെയ്യുവാണ്. അപ്പോൾ കളർ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റിച്ചിലോട്ട്, അതായത് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു ലൂപ്പ് എടുത്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ പുതിയ യാൺ, അല്ലെ വേറൊരു കളറുള്ള യാൺ ഇതുപോലെ എടുത്തിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇതുപോലെ എന്നിട്ട് 3 ചെയിൻ ചെയ്യുക, ഫ്ലിപ്പ് ചെയ്യുക. ബാക്കി സെയിം പ്രോസസ്സ് തന്നെ. ഇപ്പം നമുക്കിങ്ങനെ പല കളേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പം ഇതുപോലെ 2 യാൺസ് ഇതിൻ്റെ സൈഡിൽ നിൽക്കും. അത് നമ്മൾ ലാസ്റ്റ് ആ ഒരു സെയിം കളറിലോട്ട് തന്നെ വീവ് ചെയ്തെടുത്താൽ മതി. അപ്പം അത് അങ്ങനെ ഹൈഡായി പൊക്കോളും. ഈ ഒരു 2 ഇങ്ങനെ വന്നല്ലോ, ഇതൊന്ന് കെട്ടിക്കൊടുക്കുക, അതൊന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലാസ്റ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം ഇപ്പം ബ്ലൂ കളറാണ്, ബ്ലൂ കളറിൻ്റെ അകത്തോട്ട് വീവ് ചെയ്യുക. വൈറ്റ് കളറാണെങ്കിൽ വൈറ്റിൻ്റെ അകത്തോട്ട് വീവ് ചെയ്തെടുക്കുക. ഇതിപ്പം ഞാൻ പല കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല സോഫ്റ്റാണ് ഈ ഒരു യാൺ എന്ന് പറയുന്നത്. നമുക്ക് വിൻ്ററിലൊക്കെ യൂസ് ചെയ്യാം. ലാസ്റ്റ് വേണേൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലത്തെ ബോൾസ് ചെയ്യാം. അപ്പം അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു എൻഡാണ്. അപ്പം നമ്മളൊന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് 6 ചെയിൻ ചെയ്യുക. ഫസ്റ്റ് 6 ചെയിൻ, 1 2 3. ആ 3 ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ചൊന്ന് മാർക്ക് ചെയ്യാം. 4 5 6. എന്നിട്ട് ഇപ്പം നമ്മൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു 3rd ചെയിനിലോട്ട് 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. നാല് ഡബിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇനി അതൊരു ബോളിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു 6th ചെയിൻ ഉണ്ടല്ലോ, അതായത് ആ ഒരു 6th ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഒരു ബോൾ ഷേപ്പിൽ വരാൻ പാകത്തിന് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ വരും. എന്നിട്ട് ഒന്നുകൂടെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് 3rd ചെയിൻ ഉണ്ടല്ലോ നമ്മുടെ ആ 3rd ചെയിനിലോട്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ. എന്നിട്ട് 3 ചെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 ചെയിന്, അതായത് ഇവിടുത്തെ ഒരു 2 ചെയിൻ
ചെയിൻ സ്പേസ് ഉണ്ട്. അത് 2 ചെയിൻ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോരം വേണോ അതനുസരിച്ച് ചെയിൻ വിട്ടിട്ട് ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു വി ഷേപ്പിൽ ആ ഒരു ഈ ഒരു അലങ്കാരം പോലെ കിട്ടും. ഇത് കണ്ടു. അപ്പം ഇതുപോലെ ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്ത ഇതുപോലത്തെ എന്തോരം വേണമെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവരും ട്രൈ ചെയ്യുക, ഈസിയാണ്.